ക്രൈസ്തവ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകാശഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവവചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്വർഗദൈവത്തിൻ്റെ മഹാകരുണയാൽ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുവാൻ, സ്തുതിപ്പാൻ സ്വർഗദൈവം ഒരുക്കുന്ന എല്ലാ നല്ല വിലയേറിയ അവസരത്തിന് ആസ്വദിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആ നല്ല ദൈവത്തിൻ്റെ വലിയ കൃപ ഈ പ്രഭാതത്തിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആണല്ലോ. എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്, അതായത് പള്ളികളിൽ കടന്നുപോയി കർത്താവിനെ സ്തോത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് സാധിക്കാത്ത സിറ്റുവേഷനാണല്ലോ അനേക മാസങ്ങളായിട്ടുള്ളത്. ലഭിക്കുന്ന സമയങ്ങൾ, ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒട്ടും സമയം വേസ്റ്റാക്കാതെ ഭവനത്തിലുള്ളവരെ എല്ലാവരും കൂടെ സമയം കണ്ടെത്തി ദൈവത്തെ സ്തുതിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാ സഭാ ഹാളുകൾ, പള്ളികൾ തുറന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ നിശ്ചയമായിട്ടും അതിൽ കടന്നുപോയി സംബന്ധിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പൗർവിഷൻ ടിവിയിൽ വീട്ടിലെ സഭയോഗം എന്ന പ്രോഗ്രാമുണ്ട്. അത് കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തണമേ എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരിക്കലും ഇതൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ദിവസമാക്കി ആരും തീർക്കരുതേ എന്ന് ദേവദാസന നിലയിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഇനിറ്റ് റിവൈവൽ പ്രഭാത കൂട്ടായ്മയിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കുന്നുവല്ലോ. ഈ ലൈവിലായിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ദൈവത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയും സാന്നിധ്യം നമ്മുടെ മേൽ ഈ പ്രഭാതത്തിൽ ചൊരിഞ്ഞ് അനേകർക്ക് ഈ പ്രഭാത കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇവിടെതെല്ലാം കാരണമാക്കി ദൈവം തീർക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല നിമിഷത്തിനാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പ്രഭാതത്തിൽ അങ്ങേ സ്തോത്രം ചെയ്യുവാൻ, സ്തുതിപ്പാൻ സ്വർഗീയ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നതിനാ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ബലപ്രദന ശക്തീകരിക്കണമേ, ഏറെ ദൈവകൃപയണമേ, ഓരോ നിമിഷവും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രകൃതിയിലേക്ക് സമർപ്പിക്കട്ടെ. ഈ ലൈവിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇനി അനേകര് ഈ ലൈവിൽ കടന്നുവന്ന് വിടുതല പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയിലേക്ക് സമർപ്പിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് 31 സങ്കീർത്തനമാണ് ചേർന്ന് വായിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ സങ്കീർത്തന ഭാഗം എടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു പ്രഭാത കീർത്തനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയരോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയരോടടുത്തിടുകിൽ. ഇതുപോലോ
കടുത്തിടുന്നു മനമേ. എന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യനായി വരുന്ന. എന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യനായി വരുന്ന. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുന്നേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുന്നേ. ലോകത്തിലെനിക്കില്ല യാതൊന്നു എന്റെ കൂടെങ്ങു പോരുവാൻ. ലോകത്തിലെനിക്കില്ല യാതൊന്നു എന്റെ കൂടെങ്ങു പോരുവാൻ. ഹായൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം. ഹായൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം. ഹായൻ പ്രിയനം പുതുവാനഭു ദാനം ചെയ്വദന്താനന്ദം. ഹായൻ പ്രിയനം പുതുവാനഭു ദാനം ചെയ്വദന്താനന്ദം. മരുവിൽ നിന്നു പ്രിയൻ മേച്ചാരി വരുന്നോരി വേളാരുപോ. മരുവിൽ നിന്നു പ്രിയൻ മേച്ചാരി വരുന്നോരി വേളാരുപോ. വാനത്തിൽ കൂടി പോകുന്നേ ഞാനും സ്വന്തം രാജ്യത്തിൽ ചെല്ലുവാൻ. വാനത്തിൽ കൂടി പോകുന്നേ ഞാനും സ്വന്തം രാജ്യത്തിൽ ചെല്ലുവാൻ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. സ്തോത്രം. 31 സങ്കീർത്തനം വായിച്ചു നോക്ക് ദൈവത്തെ
മഹത്വപ്പെടുത്താം. ഞങ്ങളോട് ചേർന്ന് വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചു എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. വിശ്വസ്തയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വിദ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദം സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വസ്ത്രം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സമ്പത്സംഘ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകർത്ത നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദനായി തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിൽ നിന്ദൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ വൈഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടു ഓടിപ്പോകുന്നു. മരിച്ചു പോകുന്നവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന വസ്തുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു. എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ച് വീക്ഷിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാനു വിരോധമായി ഡംബത്തോടും നിന്ദിയോടും കൂടെ സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ ഉണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നു വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ ദർശനത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടുപോയി. ഇത് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാതനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഇവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 31 സങ്കീർത്തനമാണല്ലോ നാം വായിച്ചു. നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഈ സങ്കീർത്തനത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മെ ഓരോ നിമിഷവും അത്ഭുതാംവിധം അതിശയാംവിധം ദൈവം നമ്മെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദയമായ നിലയിൽ സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവിക സന്നിധിയിൽ ആയിരിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ കമൻ്റായി ഇടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാവകാശം നിങ്ങൾക്കുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ വിട്ടാൽ കമൻ്റായിട്ടിട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അല്ലാത്ത പ്രിയപ്പെട്ടവർ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ പ്രാർത്ഥിക്കാം എന്നും ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. വായിച്ച 31 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു.
ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും നീതിയിലവൻ വാഴും. ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. സ്തോത്രം. ജീവനും ശക്തിയും നൽകുന്ന ഈ വചനത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇത് വിടുതലാണ്. നമ്മുടെ ആത്മാവിന് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ആത്മീക വിഷയങ്ങൾക്കും ഭൗതിക വിഷയങ്ങൾക്കും വിടുതൽ നൽകുവാനും ഈ വചനത്തിന് തീർച്ചയായിട്ടും കഴിയുമെന്നത് എടുത്തു പറയേണ്ടിയ കാര്യമാണ് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വായിച്ച സങ്കീർത്തനം 31 സങ്കീർത്തനമാണല്ലോ. ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരപേക്ഷയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം നോക്കുമ്പോൾ കെയിലയിൽ വെച്ചോ മാവോൻ മരുഭൂമിയിൽ വെച്ചോ ദാവീദ് ഒളിച്ചിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപേക്ഷയാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രു തന്നെ ഇല്ലായ്മ ചെയ്യാതെ വണ്ണം ദൈവമേ നിന്റെ കരത്തിൽ എന്നെ വഹിച്ചു കൊള്ളണമേ, നിന്റെ സംരക്ഷണം എന്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പറയുകയാണ് ഈ സങ്കീർത്തനത്തോടി താൻ ചെയ്യുന്നതെന്ന് നമുക്കിത് വായിച്ചു വരുമ്പോൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രാരംഭവാക്യം ഇപ്രകാരമാണ് നാം കാണുന്നത്. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. ഇവിടെ പറയുകയാണ്, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ദൈവത്തോട് പറയുകയാണ് ഭക്തൻ, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നിലാ ആശ്രയിക്കുന്നു. ലോകപ്രകാരം നാം ഒരാവശ്യം ഉള്ളപ്പോൾ ലോകത്തിലുള്ള പലരിലും മാനുഷികമായ നിലയിൽ ഒരുപക്ഷെ നാമൊക്കെ ആശ്രയിച്ചെന്ന് വരാം. അതെന്നെ ആവശ്യത്തിന് മധ്യത്തിൽ തിരിച്ച് സഹായിക്കും. അതുമല്ലെങ്കിൽ അവര് മറുത്തൊരു വാക്ക് പറയാതെ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു വിലയേറിയ ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ നാം ഒരാളിൽ ആശ്രയിക്കുമ്പോൾ ആവശ്യം അറിഞ്ഞ് സഹായിച്ചെന്ന് വരാം, സഹായിച്ചില്ലെന്ന് വരാം. ചിലപ്പോൾ സമയത്ത് വാക്കു മാറ്റി കളഞ്ഞെന്നും വരാം. മനുഷ്യനാ, എന്തും ചെയ്തെന്ന് വരാം. പക്ഷെങ്കിൽ ദൈവം ഒരിക്കലും ഏതൊരു ആവശ്യത്തിന് മധ്യത്തിനും ചെല്ലുന്ന ഒരു വ്യക്തിയോടും ദൈവം ഒരിക്കലും
പറ്റില്ല, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു പറയത്തില്ല. അവന്റെ ആവശ്യത്തിന്റെ ആഴം എന്താണോ, ആ വ്യക്തിയുടെ ആവശ്യത്തിന്റെ ആഴം അറിഞ്ഞ് കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാ. ഏതൊരു വ്യക്തി ഏത് നിലവാരത്തിലാണോ പ്രാർത്ഥിക്കുന്നത്, അതിന്റെ അല്ലെങ്കിൽ ആ ആവശ്യത്തിന്റെ ആഴം എന്താണോ, അങ്ങനെ നിശ്ചയമായിട്ടും ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാ. ഇവിടെ പറയുകയാണ്, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെയാണ് നാം കാണുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ലജ്ജിച്ചു പോകാതെ തന്നെ ദൈവം സംരക്ഷിക്കണമേ എന്ന് ദൈവത്തോട് താൻ പറയുക. സ്തോത്രം. ജീവിതത്തിൽ ലജ്ജിക്കേണ്ടിയ അനുഭവങ്ങൾ എപ്പോഴാ? ഒരു സ്കൂൾ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പറയും, ടീച്ചർ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ട് വന്നില്ല, മറന്നുപോയി. എല്ലാവരോടും ചോദിച്ചപ്പോൾ എന്നോടും ചോദിച്ചു. എനിക്ക് പറയാൻ സാധിച്ചില്ല. ടീച്ചർ എന്നെ കളിയാക്കി. തനിക്ക് നാണക്കേട് കാരണം ലജ്ജിച്ചു പോയി. അതുമല്ലെങ്കിൽ എക്സാമിന് വേണ്ട ഒരു വിജയം ലഭിച്ചില്ല. തന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും വിജയിച്ചു, തനിക്ക് മാത്രം വിജയിപ്പാൻ സാധിച്ചില്ല. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, എല്ലാവർക്കും A+ഓ A1ഓ ലഭിച്ചു, തനിക്ക് മാർക്ക് നന്നായി പോയി. ലജ്ജ തന്നെ മൂടി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ചെറുപ്രായം തൊട്ട് തന്നെ ലജ്ജിക്കേണ്ട അനേക അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഒരു ഭക്തന് പറയുവാൻ സാധിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് താൻ പറയുക, ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകല്ലേ. എനിക്ക് വൈരിയായി നിൽക്കുന്ന ശൗലിന്റെ മുൻപിൽ മാത്രമല്ല ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് ദൈവത്തോട് പറയുന്നത്, ഒരു നാളും താൻ ലജ്ജിച്ചു പോകരുതെന്നാണ് ദൈവത്തോട് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലജ്ജിക്കേണ്ടിയ, നാണം കെട്ട് തല താഴ്ത്തേണ്ടിയ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഒന്ന് പറയുവാൻ സാധിക്കും, ഇന്ന് ലജ്ജയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ആ ലജ്ജയെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ് എന്ന് ഒരിക്കലും മറന്ന് പോകരുത്. ഇവിടെ എന്നിട്ട് പറയുക, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഇനി ഞാൻ ലജ്ജിച്ചു പോകരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ദൈവമേ, നീ നീതിമാന, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നീതി നിമിത്തം തന്നെ വിടുവിക്കണമേ എന്ന ഭക്തൻ ദൈവത്തോട് പറയുന്നത്. ഈ ഭൂമിയിൽ നമുക്കാർക്കും നീതി നടത്തി തരുവാൻ ലോകത്തിൽ ആരും കണ്ടെന്ന് വരത്തില്ല. ഇത് സ്വർഗമാണ് നമുക്ക് നീതി നടത്തി തരേണ്ടത്. നന്നായി നീതി നടത്തി തരുന്ന ഒരു നല്ല ദൈവം ഇന്നും നമുക്കായി ഉയരത്തിലുണ്ട് എന്ന് ഒരിക്കലും മറന്നു പോകല്ല്. സ്തോത്രം. അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന്റെ കോട്ടയായും ഇരിക്കണമേ. അടുത്താൻ പറയുകയാണ്, നീ എനിക്ക് എങ്ങനെ ആയിരിക്കണം,
നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. അപ്പൊ താൻ അതുപോലെ കഷ്ടതയിലാകുന്നു, അതുപോലെ തന്റെ ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കുന്നു. താൻ പറയുക, നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച്. ഇപ്പൊ നിന്റെ ചെവി നീ എങ്ങനെ ചായ്ക്കണം? എങ്കിലേക്കൊന്ന് ചായ്ക്കണം. ഈ ചെവിയേക്കാൻ വയ്യാത്ത വ്യക്തികളൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മൾ വല്ലതും പറയുമ്പം നമ്മുടെ അടുത്തോട്ട് ചെവി ഇങ്ങ് കൊണ്ടുവരും. കാരണം എന്താ? കേൾക്കാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് അങ്ങനെ അവർ ചെയ്യുന്നത്. ഇത് തന്നെയാ ഭക്തൻ പറയുന്നത്, ദൈവമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് നീ എന്നെ എന്ത് ചെയ്യണം? എന്നെ വേഗം വിടുവിക്കണം. അപ്പൊ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആവശ്യത്തിന്റെ ആഴം എങ്ങനെയാണോ, സ്തോത്രം, അതനുസരിച്ച ദൈവം മറുപടി, ദൈവിക മറുപടി എന്ന് പറയുന്നത് ആവശ്യത്തിന്റെ ആഴം അനുസരിച്ച. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സാ. അവിടെ ഓരോ ആവശ്യങ്ങൾ എന്തെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞ് മാതാപിതാക്കൾ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കും. 2021 സ്കൂൾ തുറക്കുമ്പോൾ ബാഗും ബുക്കും ആരും ഇപ്പോഴേ വാങ്ങിക്കത്തില്ല. കാരണം എന്താ? ആവശ്യമല്ലേ? കുഞ്ഞു വിദ്യാഭ്യാസം ചെയ്യണ്ടേ? ചെയ്യണം. ആവശ്യമല്ലേ? ആന്നു. പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഇപ്പോഴേ വാങ്ങിക്കത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ. ഒരു പേരൻസിനോട് ചോദിച്ചാൽ പറയും, കുഞ്ഞിന്റെ ആവശ്യം അറിഞ്ഞ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അറിയാം. ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ നോക്കി പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന് കിളിവാതിൽ തുറന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് നമുക്കായി ഉണ്ടേ എന്ന് ഒരിക്കൽ പോലും മറന്നു പോകല്ല. പറയുക, ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണം. അപ്പൊ വേഗം വിടുവിക്കണമെന്നുള്ളൊരാഗ്രഹം ഭക്തൻ ഇവിടെ പറയുക. അവിടെ പറയുന്നു, നിന്റെ ചെവി നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ട കോട്ടയായും ഇരിക്കണമേ. അപ്പൊ നീ എനിക്ക് എങ്ങനായിട്ട് ഉണ്ടാകണം? ഉറപ്പുള്ള പാറ. എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായി ഇരിക്കണം. ഉറപ്പുള്ള പാറ അത് തകർക്കാൻ പ്രയാസമാണ്. എത്ര അടിച്ചാലും പൊട്ടത്തില്ല. വളരെ ബുദ്ധിമുട്ടാ. ഇതുപോലെ തന്നെയാ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നവനെ ഇല്ലാതായി പോകത്തേ ഉള്ളൂ. ഒരു ദൈവവൈദ്യ നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും, എന്റെ ദൈവം എന്നെ സംരക്ഷണം ചെയ്യുന്നു, എന്റെ ദൈവം എന്നെ സൂക്ഷിക്കുന്നു. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒരു ദൈവവൈദ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു 3 ചെറുപ്പക്കാര് പറയുക, എരിയുന്ന തീച്ചൂളെ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവേ, അങ്ങ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ സേവിക്കയില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവരുടെ തീരുമാനങ്ങൾ മാറാമായിരുന്നു.
രാജകൊട്ടാരത്തിലെ ജോലി ചെയ്ത് രാജാവിന്റെ ശമ്പളം കൈപ്പറ്റി സുഖമായിട്ട് ജീവിക്കാവുന്ന ബാലന്മാർ രാജാവിന്റെ കൊട്ടാരത്തിലെ ശമ്പളത്തെക്കാൾ ഉപരിയായി രാജാവിന്റെ ജോലിയേക്കാൾ ഉപരിയായി ദൈവിക പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആ ബാലന്മാർ ഉറച്ചു തീരുമാനിച്ചു. സ്തോത്രം. ലോകത്തിലെ ചില ഭൗതിക ജോലിയേക്കാൾ ഉപരി, സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരി ഈ വ്യക്തികൾ എന്ത് ചെയ്തു? ദൈവിക പ്രമാണത്തിന് അവർ ഊന്നൽ നൽകിയപ്പോൾ സംരക്ഷിക്കുന്ന നല്ല ദൈവം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ നാം ഈ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, വചനത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ ജീവിക്കാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ, കൃപ പ്രാപിച്ച ഒരു ദൈവോയിതല്ല നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ പറയുവാൻ കഴിയും, എന്റെ ദൈവം എല്ലാ നാളും അനന്യനായിട്ട് എനിക്കൊപ്പമുണ്ട്. രാജാവ് വീണ്ടും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും അവസരം കൊടുക്കുക. എന്താ പറയുന്നേ? ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊന്നുകളയാൻ രാജാവിന് മനസ്സില്ല. ഒരു മനസ്സും രാജാവിനില്ല. മറിച്ച് വീണ്ടും അവസരം കൊടുക്കുക. ഒറ്റ പ്രാവശ്യം, ഒരേ ഒരു തവണ നിങ്ങൾ നമസ്കരിച്ചാൽ മതി. നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കാമെന്ന് രാജാവ് പറയുക. അവർ അടിയുറച്ചു ലഭിച്ച പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയും അടിയുറച്ച് ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കാൻ ദൈവവും തയ്യാറാണ്. സ്തോത്രം. പലപ്പോഴും എന്തുകൊണ്ട് ദൈവ മറുപടി തരാത്തത്? ദൈവത്തിന്റെ സംരക്ഷണം എന്തുകൊണ്ടാ നേടാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രം: പ്രമാണത്തിന് വേണ്ടി പ്രമാണം മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ദൈവം കൈവിട്ടു. എരിയുന്ന തീച്ചുളയിൽ ആ ബാലന്മാർ അകപ്പെട്ടപ്പോഴും അവിടെയും ദൈവിക സംരക്ഷണം ആ യൗവനക്കാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതായി നാം കാണുന്നു. സ്തോത്രം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവിക സംരക്ഷണം, ദൈവിക പരിപാലനം ദൈവം ചൊരിഞ്ഞ് ഈ ദൈവം സഹായിപ്പാൻ ശക്തനാ. നാം ഇങ്ങനെ കാണുന്നു, തീച്ചൂളയിലേക്ക് തള്ളിയിടാൻ കൽപ്പിച്ച അതേ രാജാവ് വിളിച്ചു ചോദിക്കുക, നമ്മൾ 3 പേരെയല്ല ഇട്ടത്, 4-വനായി ദൈവപുത്രന് തുല്യനായവൻ ആർ? അവരുടെ കൈകാലുകളെ, അവരെ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിഞ്ഞതല്ലാതെ വസ്ത്രത്തിന് പോലും ഒരു പോറൽ പറ്റിയതായി നാം കാണുന്നില്ല. ഇതുപോലെ പിശാച് ഏത് നിലയിൽ നിന്നെ ബന്ധിച്ച് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനോ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാനോ, കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനോ പിശാച് എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും ശരി, ഒരു കൃപ പ്രാപിച്ച ദൈവവേദന പറയുവാൻ കഴിയും, പിശാചിന്റെ പോരാട്ടം എത്രയാണോ
അതനുസരിച്ച് ദൈവിക വിടുതൽ എന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ് എന്നെ സഹായിപ്പാൻ എന്റെ കർത്താവ് മതിയായവനാ. സ്തോത്രം. ജീവിതത്തിൽ പലപ്പോഴും നിന്ദകളും ആക്ഷേപങ്ങളും അപമാനങ്ങളൊക്കെ കടന്നു വരും. എന്നാൽ ഒന്ന് പറയാൻ കഴിയും, എന്റെ ദൈവം എന്നെ എന്ന് സഹായിപ്പാൻ എന്റെ ദൈവം എനിക്കൊപ്പം ഉണ്ട് എന്ന് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. സ്തോത്രം. ഇവിടെ എന്നിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കാൻ എന്റെ കോട്ടയായും വെളിപ്പെടണം. കോട്ട അതും സംരക്ഷണത്തെയാ കാണിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അതിലെ 12-ാമത്തെ വാക്യത്തിൽ, മരിച്ചുപോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. അപ്പോൾ മരിച്ച ഒരു വ്യക്തിയെ കാലങ്ങൾ കഴിയുമ്പോൾ മറക്കും. പിന്നെ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒരു പക്ഷെങ്കിൽ വീട്ടുകാര് പോലും മറന്നുപോകും. അത് യാഥാർത്ഥ്യമാ. മറവി മനുഷ്യന് ഏറ്റവും നല്ലതാ. എന്നാൽ മറക്കേണ്ട കാര്യങ്ങളെ മറക്കാവൂ. ഓർക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. അപ്പൊ മരിച്ചുപോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. അപ്പൊ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയവനെ പോലെ മറന്നു കളയുന്ന അനുഭവം ചിലരെങ്കിലും കാണുമ്പോൾ ചോദിക്കത്തില്ലേ, നീ ജീവിച്ചിരിപ്പുണ്ടോ? നീയേ ജീവിച്ചിരിപ്പുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഒന്ന് പറയുവാൻ കഴിയും, നമ്മെ ജീവിപ്പിക്കുന്നത് ആരാ? നമ്മുടെ കർത്താവ് മാത്രമാ. ലോകത്തിൽ മറ്റാരുമല്ല. നമ്മുടെ കർത്താവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഏറ്റവും ഉണങ്ങിയ അസ്ഥിയെ ഒരു സൈന്യമായിട്ട് നിർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സകലവും അസ്തമിച്ചു പോയെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ പറയുമ്പോൾ, ഇനി ഇവൻ അല്ലെങ്കിൽ ഇവൾ ഈ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് നിങ്ങളെ നോക്കി പല വ്യക്തികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ, ഒരു ദൈവകൃപ പ്രാവശ്യ ദൈവമൈതലിന് നിശ്ചയമായിട്ട് പറയുവാൻ കഴിയും, എന്റെ ദൈവം എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. എന്റെ ഈ സകല അവസ്ഥകൾക്കും ഭേദം വരുത്താൻ എന്റെ ദൈവം മതിയായവനാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമ്മെ ഒരു നാളും മറക്കാത്ത, ഒരു നാളും വെറുക്കാത്ത ഒരു കർത്താവ് ഇന്ന് നമുക്കായി ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അതിയായ നമുക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്നു, മരിച്ചുപോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതം ഒരു ഉടഞ്ഞ പാത്രം പോലാണെങ്കിൽ നല്ലൊരു കുശവനം ഉണ്ട്. ആ കുശവന്റെ പേര് നമുക്കറിയാം, യേശുവെന്ന. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കർത്താവേ നീ എന്നെ വേണ്ട നിലയിലൊന്ന് മെനയണമേ എന്ന് ആ കുശവനോട് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ദൈവം നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്.
സ്തോത്രം. ചിലപ്പോഴെങ്കിലും നാം ഓർക്കാറുണ്ട്, എന്റെ ജീവിതത്തിൽ ഒന്നും മീതെ ഒന്നായി മാറി മാറി കഷ്ടതകൾ കടന്നു വരിക, ശോധനകളും വേദനകളും കടന്നു വരിക. ഒന്നും വളരെ വ്യക്തം, കുശവന്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനാ അത് 40 രൂപയുടെ പാത്രമായി വിൽക്കാം, 400 രൂപയുടെ പാത്രമായും ഷോക്കേഴ്സിലും വെക്കാം. അതെങ്ങനെ വിലയുന്നു അങ്ങനെയാകും അതിന്റെ വില. ഒരു ഉദാഹരണം, അല്ലെങ്കിൽ പണ്ട് സംഭവിച്ച ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. ഒരു രാജാവ് തന്റെ സ്നേഹത്തിലുള്ള മറ്റൊരു രാജാവ് തന്നെ കാണാൻ വന്നു. വരുന്നത് കേട്ടപ്പോൾ രാജാവിന് അതിയായ സന്തോഷം തോന്നി. എങ്ങനെ തന്നെ സ്വീകരിക്കും, കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഫുഡെല്ലാം പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഏത് കാലത്തും സ്വർണത്തിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ടല്ലോ. താൻ തീരുമാനിച്ചു, ഒരു സ്വർണ കോളാമ്പി തൻ്റെ കയ്യിലുണ്ട്. കുടിക്കാനുള്ള വന്നു കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളം അതിനകത്ത് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക്. ഗസ്റ്റായിട്ട് വന്ന രാജാവ് വന്നു, കൊടുത്തു. കോളാമ്പിക്കകത്ത് വെൽക്കം ഡ്രിങ്ക് കൊടുത്താൽ ആരെങ്കിലും കുടിക്കുമോ? രാജാവ് കുടിച്ചില്ല. ഗസ്റ്റായിട്ട് വന്ന് രാജാവ് കുടിച്ചില്ല. ഇതിനകത്താണോ തരുന്നേ? ഇത് മാറ്റിക്കൊണ്ടുപോയി വേറെ ഏതെങ്കിലും നല്ല പാത്രത്തിൽ അല്ലെങ്കിൽ ഗ്ലാസിനകത്തേക്ക് തരാൻ പറഞ്ഞു. അത് ആതിഥേയനായ രാജാവിന് വലിയ വിഷമം തോന്നി. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. രാജാവിന് വലിയ വിഷമമായി. ഞാൻ കൊടുത്ത പാത്രത്തിൽ വെള്ളം കുടിക്കാൻ ആ രാജാവ് തയ്യാറായില്ലല്ലോ എന്ന് പറഞ്ഞു. തന്റെ സമർത്ഥനായ മന്ത്രി ഒരു ഉപദേശം കൊടുത്തു. നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് തന്നെ ആ രാജാവിന് തിരിച്ച് നമുക്ക് കൊടുക്കണം. രാജാവ് ചോദിച്ചു, ഇത് എങ്ങനെ കൊടുക്കും? നമുക്കിത് പ്രസന്റേഷനായിട്ട് നമുക്ക് കൊടുക്കാം. രാജാവ് ധൈര്യമായിട്ടിരിക്കെ, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. താൻ രാജാവിന് അനുവാദത്തോടെ അത് വാങ്ങിച്ച് നല്ലൊരു തട്ടാന്റെ കയ്യിൽ കൊണ്ട കൊടുത്തു. പറഞ്ഞു, അതിമനോഹരമായ നിലയിൽ ചിത്രപ്പണിയോടുകൂടി ഇതൊരു ഗ്ലാസ് ആക്കി മാറ്റണം. ആ തട്ടാൻ സമയമെടുത്ത് അതിമനോഹരമായ ഒരു സ്വർണ്ണ ഗ്ലാസ് ചിത്രപ്പണിയോടുകൂടി ചെയ്തു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ രാജാവിനെ ഗസ്റ്റായിട്ട് വന്ന രാജാവിന്റെ അടുക്കലേക്ക് പോയി. ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഈ ഗ്ലാസ് രാജാവിന്റെ കയ്യിലേക്ക് കൊടുത്തു. രാജാവിനെ കണ്ടിട്ട് ആശ്ചര്യമായി. ഇന്ന് വരെ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ സ്വർണ്ണ ഗ്ലാസ്. രാജാവ് പറഞ്ഞു, വേഗം ഇതിൽ
വീഞ്ഞ് പകരെ ഞാൻ ഇപ്പോൾ തന്നെ കുടിക്കുക. കാര്യം അതിന്റെ മനോഹാരിത എന്നെ ആകർഷിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, ഇത് ആരാ ഇത് പണിത്? ഇന്നെന്ത് ചെലവായി? രാജാവ് പറഞ്ഞു, ഇതൊക്കെ എൻ്റെ മന്ത്രിയുടെ കഴിവാ. എനിക്കിതിനൊന്നും ചെലവായില്ല, പണികൂലി മാത്രമേ എനിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പം അവിടുത്തെ രാജാവിന് അതിശയമായി, ഇതെങ്ങനാ പണികൂലി മാത്രം കൊടുത്താൽ ഇത് കിട്ടുമോ? രാജാവേ, അങ്ങ് വന്നപ്പോൾ ഞാൻ അങ്ങേക്ക് കോളാമ്പിക്കകത്ത് വെള്ളം തന്നു, അങ്ങത് കുടിച്ചില്ല. ആ സ്വർണ്ണ ഗോളവിനെ കോളാമ്പി മാറ്റി ആ സ്വർണം കൊണ്ട് ഞാനൊരു മനോഹരമായ ഗ്ലാസ് പണിതു. അതാണ് അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്വർണ്ണ കോളാമ്പി ആണെങ്കിലും അതിന്റെ ഉപയോഗം വെള്ളം കുടിക്കാനല്ല, മറ്റൊരാവശ്യത്തിനാ നമുക്കറിയാം. എന്നാൽ അതുകൊണ്ടൊരു മനോഹരമായ ഗ്ലാസ് ആയപ്പോൾ മനുഷ്യൻ ആകർഷിക്കുന്നതാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും മറ്റുള്ളവരുടെ മുൻപാകെ ഒരു സ്വർണ്ണ കോളാമ്പിക്കുള്ള സ്ഥാനമാണെങ്കിൽ, നല്ല തട്ടാനായ നല്ല പണികാരനായ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുക, നിന്നെ മനോഹരമായ ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ ആ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് താണിരിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്നെ പണിതെടുക്കുവാൻ ഈ ദൈവം മതിയായവനാ. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്, കുശവൻ നീയെ കളിമൺ ഞാനേ പണിയണമേ എന്നെ തിരുഹിതം പോലെ. കർത്താവേ, നിന്റെ ഇഷ്ടം പോലെ നീ എന്നെ പണിയണം. നമ്മുടെ ഇഷ്ടത്തിന് ദൈവം പണിതാ പോലെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ദൈവം നമ്മെ പണിയണമെന്ന് ദൈവവചനം വളരെ ശക്തമായ നിലയിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുക. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. സ്തോത്രം. ഇവിടെ ഭക്തൻ വിളിച്ചു പറയുക, ഒത്തിരി പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞിട്ട് പറയുക, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്. സ്തോത്രം. താൻ പറയുന്നു, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സംഗ്രഹിക്കുക, കരുതുക, കൂട്ടിവെക്കുക, സൂക്ഷിക്കുക, ഇതൊക്കെ അർത്ഥം. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാ. പ്രിയ ദൈവവൈതലേ, നീ ഒരു ദൈവത്തിന്റെ ഭക്തനാണെങ്കിൽ, നീ ഒരു ദൈവത്തിന്റെ ഭക്തയാണെങ്കിൽ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. നീ ഞരങ്ങേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രിയിലും വളരെ വേദനയോട് കൂടിയല്ല നീ കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ ആ വേദന ഉള്ളിന്റെ ഉള്ളിൽ തട്ടുന്നുണ്ട്. എന്റെ ഭൗതിക ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ എങ്ങനെയാണ്? അഡ്മിഷൻ ശരിയായാൽ കാശ് എവിടെ നിന്ന് റെഡിയാകും? അടുത്ത ചിന്ത, ജോലി നഷ്ടപ്പെട്ട വ്യക്തിയാകാം. ഇനി എന്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെ നടക്കും? പല നിലയിലുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്ന വ്യക്തിയാകാം. എന്നാൽ ഇന്ന് പകൽ ദാവീദിനോട് ചേർന്ന് പറയുവാൻ കഴിയുമോ,
തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കായുണ്ട്. സ്തോത്രം. ആമേൻ. പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആമേൻ. നീ ഞരങ്ങേണ്ട ആവശ്യമില്ല. നീ വിശ്വാസത്തോടെ കർത്താവിന്റെ പൊന്മുഖത്തേക്കാണോ നീ നോക്കിയേക്കുന്നത്? നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം നൽകുന്ന ദൈവം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരാതെ ഈ ദൈവം നിങ്ങളെ കാത്തു പരിപാലിപ്പാൻ, കാത്തു സൂക്ഷിപ്പാൻ സർവശക്തനാണ് എന്ന് ഒരിക്കലും മറന്നു പോകല്ലേ. സ്തോത്രം. താൻ പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാന സന്തതി ആഹാരമിരക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനാണ്, നല്ല പ്രായമുണ്ട്. ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരു കാര്യം ഭക്തൻ വിളിച്ചു പറയുക, നീതിമാന സന്തതി ആഹാരമിരക്കം ഞാൻ കണ്ടിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, കർത്തൃദാസനെ, നിന്റെ ജീവിതത്തിൽ വിശ്വസ്തയോടെ നാം കർത്താവിനെ സേവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവശക്തനാ. ഏലിയാവേ, കാക്കയുടെ വരവ് നിന്നെങ്കിൽ നീ വേദനിക്കേണ്ട. ഒരു സാറാഭാത്തിൽ ഒരു വിധവേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. ആ നല്ല ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്ന ദൈവം ഓരോ നിമിഷവും സഹായിപ്പാൻ ശക്തനാ. യെശയ്യാപ്രവചനം 64-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാവ് 64:4, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഒത്തിരി വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ. കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാ. ജീവിതത്തിൽ ഒരിക്കലും കാത്തിരിപ്പ് മുഷി ഉളവാക്കുന്നതാണെങ്കിലും കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ പറയുവാൻ കഴിയും, എന്റെ കാത്തിരിപ്പിന്റെ നാളുകൾ എത്രയാണോ അതനുസരിച്ച് മറുപടി തരാൻ എന്റെ ദൈവം ശക്തനാ. അബ്രഹാം നീണ്ട 25 വർഷം കാത്തിരുന്നു. ഏറ്റവും മേൽത്തരമായ ഒരു മറുപടി ദൈവം കൊടുത്തു. സെക്കറിയാവ്, എലിസബത്ത് ദമ്പതിമാർ കാത്തിരുന്നു. ദൈവം കൊടുത്തത് സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒന്ന് നമുക്ക് പറയുവാൻ കഴിയും, എത്ര കാത്തിരിക്കുന്നുവോ, എന്തുമാത്രം കാത്തിരിക്കുന്നുവോ അതനുസരിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. നീണ്ട വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വേദനയോടെ ഞരങ്ങുന്ന കർത്തൃദാസനെ, ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ
ഇനി അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത് നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകുക. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കാൻ പോകുക. ഒരത്ഭുതം ഈ ദിനങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. 1 കൊരിന്ത്യർ ലേഖനം 2:9. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ വായിക്കും: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പൊ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എങ്ങനാ ദൈവം ഇതിലെ നിന്നെ കർത്താവ് സ്നേഹിക്കുന്നതാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നാത്ത ചിലത് നിനക്ക് വേണ്ടി ദിനങ്ങളിൽ ദൈവം തരാൻ പോകുക. വിശ്വാസത്തോടെ ഒന്ന് ബ്രാഹ്മീൻ പറഞ്ഞൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, എന്റെ കുടുംബത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത് ഈ ദിനങ്ങളിൽ സ്വർഗ്ഗം ഒന്ന് വെളിപ്പെടുത്തണമേ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതിയ അനേക കരുതലുകൾ ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭക്തന്മാരുടെ കാത്തിരിപ്പ് വൃഥാവായില്ല. ഇന്നും ആ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ ശക്തന. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസ്ഥലം അടയ്ക്കാമോ? തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തതുപോലെ ദൈവം ഇന്നും എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. ആകാശഭൂമി മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവോദനമാ ഇവിടെ ഞാൻ വിളിച്ചറിയിച്ചതെങ്കിൽ, കർത്താവേ, നീ എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി നീ കരുതിയിരിക്കുന്ന ചില കരുതലുകൾ ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ. ആ ദിനങ്ങളിൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഈ നല്ല നിമിഷത്തിന് ആ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്ക് ആ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം കരുതിയിരിക്കുന്നത് ഈ ദിനങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തണമേ. പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് പോലും അതിശയം വരുമാറ് ദൈവത്തിന് ചലിക്കുന്ന കരം ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനെതിരായി വ്യാപിക്കുന്ന എല്ലാ ശക്തികളെ സ്വർഗം മാറ്റണമേ. വലിയ ദൈവ പ്രവർത്തി ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും സ്വർഗം അവിടുന്ന് വെളിപ്പെടുത്തിയാട്ട് അത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ പോകുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണാൽ ഞങ്ങൾ കാണുവാൻ സ്വർഗ സഹായിച്ചാട്ട് തൃക്കരത്തിലേക്ക് സമർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വരവ് താമസമെങ്കിൽ നാളെ രാവിലെ വീണ്ടും നമുക്ക് 5 മണിക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.